ഹലോ. അപ്പം ദുരന്തർ മൂവി, ദുരന്തർ റിവഞ്ച്, ദുരന്തന്റെ സെക്കൻഡ് പാർട്ട്. പടം ഒരു എന്ത് പറയാ, പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അന്യായം മാസ് പടം. ഈ 4 മണിക്കൂർ പടം, 4 മണിക്കൂർ തന്നെ ടൈറ്റിൽ കാർഡൊക്കെ കണക്കൂട്ടി കഴിഞ്ഞാൽ 4 മണിക്കൂർ തന്നെയാണ്. ആ പിടിച്ചിരുത്തും നമ്മള് ബോറടിച്ച് നമ്മൾക്ക് സ്ക്രീനിൽ നിന്ന് കണ്ണ് മാറ്റുമെന്നും വിചാരിച്ചു. പക്ഷെ ദുരന്തർ ഫസ്റ്റ് കണ്ടിട്ടില്ല. ദുരന്തർ ആ മൂവി എങ്ങനെയാണ്, എന്താണ് അതിന്റെ അവസ്ഥ ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിന്ന് ഒരു അവസരം കിട്ടിയപ്പോൾ പോയി മൂവി കാണാൻ പോയി. നേരം വൈകിയിരുന്നു. ടിക്കറ്റ് 12 മണിക്കുള്ള ഷോ ആയിരുന്നു. 10 മിനിറ്റിന്റെ അടുത്ത് കുറച്ച് ലേറ്റായി പോയി. ക്രിയേഷൻ ഞാൻ എടുത്തു പറയേണ്ടത്, ആ പടം അങ്ങനെ ഒരു മാസ് പടമാക്കാന്നുള്ളത് കറഞ്ഞ് തെളിയിച്ചിന്. പക്ഷെ മ്യൂസിക് ഒക്കെ എടുത്ത് അത് തിയേറ്റർ വാച്ച് തന്നെയാണ്. 4 മണിക്കൂറും പിടിച്ചു നിർത്തും. ആ സ്ക്രീനിൽ നിന്ന് നമ്മൾ കണ്ണ് ചിലപ്പോൾ മാറ്റൂല. കറക്റ്റ് നമ്മൾ അടുത്ത മൂവ്മെന്റ് എന്താണ്, എന്താണ് ഒരു പ്ലസ് തന്നെയാണ്. സൗണ്ട് എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ലാസ്റ്റ് സൗണ്ട് പടം ഇതിനൊക്കെ ലാസ്റ്റ് എത്തുമ്പോൾ മ്യൂസിക് കുറച്ചൊരു നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ചെറുതൊക്കെ മ്യൂസിക് കൊണ്ട് ഒരു കളിയായിരിക്കും. ഗുപ്ത് മൂവിയുടെ സോങ് ഇടണം, കുഴപ്പമില്ല. എന്നാലും ഈ കഥ മെയിനായിട്ട് റിവെഞ്ച് എന്ന പടം റിവെഞ്ച് ആണെന്ന് അറിഞ്ഞിട്ടാണ് കയറിയത്. അതൊരു ദുരന്തം ഫസ്റ്റ് കണ്ടാത്തത് തന്നെ ഈ സെക്കൻഡ് എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല. സെക്കൻഡിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ, ഫസ്റ്റിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാതെ പിന്നെ സെക്കൻഡ് ഫസ്റ്റ് കണ്ടുകഴിഞ്ഞാലാണോ സെക്കൻഡ് കാണാൻ പറ്റുമെന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചെറിയൊരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് കയറിയതാണ്. അപ്പോൾ ദുരന്ത ആ പടത്തിന്റെ പേര് തന്നെയാണ് ദുരന്ത ദ റിവെഞ്ച് എന്നാണ്. ആ റിവെഞ്ച് ആണ്, മനസ്സിലായി, ആ റിവെഞ്ച് തന്നെയാണ്. പക്ഷെ വയലൻസ് എ സർട്ടിഫിക്കറ്റ് ആണ് മൂവിക്ക്. എ സർട്ടിഫിക്കറ്റ് ആയത് തന്നെ അതിൽ വയലൻസ് ഈസ് സിറ്റുവേഷൻ ബേസ്ഡ്. പടത്തില് മാധവന്റെ റോള് വരുമ്പോഴാണ് ഓഡിയൻസിന്റെ റിയാക്ഷൻ വരുന്നത്. മാധവന്റെ റോള് വരുമ്പോൾ ആ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ ഓഡിയൻസിന്റെ ഒരു റിയാക്ഷനെ. അപ്പൊ പടം കഴിഞ്ഞെന്ന് തോന്നും, പക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവില്ല. പേരൊക്കെ കാണിച്ചു കഴിഞ്ഞിട്ട് ഒരു എൻഡ് ഉണ്ടാവും, എൻഡ് വീഡിയോ. അതുകൂടി കണ്ടിട്ട് ബൈ.